ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് പവർ പോയിന്റിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പവർ പോയിന്റ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പവർ പോയിന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈഡൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം. അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും പവർ പോയിൻറ്റിൻ്റെ ട്യൂട്ടോറിയൽസ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ടാബിൽ പോവുക. വളരെ ഈസി ആയിട്ട് ചെയ്യാം. വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഈ ഒരു റൈറ്റ് കോർണറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം അല്ലേ. ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി സ്റ്റോക്ക് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഐക്കൺസ്, കട്ടൗട്ട്, പീപ്പിൾ, സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇൻബിൽട്ടായിട്ട് ഇവിടെയുള്ള കുറച്ച് വീഡിയോസാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല, നമുക്കിപ്പോൾ യൂട്യൂബ് വീഡിയോനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് ഓൺലൈൻ വീഡിയോസിലാണ് വരിക. അപ്പോൾ അല്ലേ, ഓൺലൈനായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൺലൈൻ വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റർ ദ അഡ്രസ് ഫോർ ദ ഓൺലൈൻ വീഡിയോ എന്ന് വരുന്നുണ്ട്. നമുക്ക് ഏത് വീഡിയോ ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ വീഡിയോൻ്റെ അഡ്രസ്സ് ഇവിടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസർ എടുക്കുക. ബ്രൗസറിൽ നമ്മൾ ജസ്റ്റ് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ ഒന്ന് നമ്മുടെ യൂട്യൂബിൽ എടുക്കുക. ദെൻ ഇപ്പോൾ ഞാനിത് വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, എവിടേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ ഒരു ലിങ്ക് ഇവിടുന്ന് കോപ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പവർ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ V അടിക്കുന്നു. ദെൻ അപ്പോൾ നമുക്ക് ഈ ഇൻസേർട്ട് എന്നുള്ള ടാബ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ദെൻ ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ പൊസിഷൻ ചെയ്ത് കൊടുക്കാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്കിങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് കുറച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസിനെ പവർ പോയിന്റിൽ ഇൻസേർട്ട് ചെയ്യുക. ഇനി നമുക്കിത് സേവ് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് വീഡിയോ ഫോമാറ്റ് എന്നുള്ള ഈ ഒരു ടാബ് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രെയിം ഒക്കെ ചൂസ് ചെയ്തിട്ട് വെക്കാവുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി വീഡിയോ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് കൊടുക്കണമെങ്കിൽ കണ്ടോ, വീഡിയോന് ഷേപ്പ് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ബോർഡർ കൊടുക്കാം, എഫക്ട്സ് കൊടുക്കാം, എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് ഞാനൊരു സ്ലൈഡ് കൂടി ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്ലൈഡിലും കൂടി വേറൊരു ടൈപ്പിൽ വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഓൺലൈൻ വീഡിയോസ് തന്നെയുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. ദെൻ ഞാൻ എൻ്റെ ക്രോമിൽ പോയിട്ട് നേരത്തെ എടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഈ വീഡിയോ ഒരു 1 minute 20 seconds തൊട്ടിട്ടാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഷെയർ ചെയ്യുക. ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് അറ്റ് എന്നുള്ളതും കൂടി ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ 120 സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഞാൻ എപ്പോൾ പ്ലേ ചെയ്യിച്ചാലും ആ വീഡിയോ പവർ പോയിന്റിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ 120 പ്ലേ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇനി ഞാനിത് കോപ്പി ചെയ്യുക. ദെൻ എഗെയിൻ പവർ പോയിന്റിൽ പോവുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻസേർട്ട് ടാബ് ആക്റ്റീവ് ആകും. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാനിത് ഇൻക്രീസ് ചെയ്യാണ് സൈസ്. അപ്പോൾ നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് 1 minute 20 seconds ഇത് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ,
ഇവിടെ ടൈം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല 1 minute 20 seconds ഇത് പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് വെക്കാം, അതേപോലെ ഇഷ്ടമുള്ള ടൈം കൂടി സെലക്ട് ചെയ്തിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്യണമെങ്കിൽ ഡെസ്ക്ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്യാം. നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ തന്നെ വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.